ജോൺ റാംബോ. സിനിമ കഥാലോകങ്ങളിലെല്ലാം വൺ മാൻ ആർമി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ ഒരു സോൾജിയർ ക്യാരക്ടർ തന്നെയാണ്. എപ്പോഴും തനിക്ക് ചുറ്റും ഒരു മിസ്റ്റീരിയസ് സൈലൻസും അതുപോലെ ഏതൊരു കാര്യവും ഏതൊരു ഓപ്പറേഷനും സിമ്പിളായിട്ടുള്ള ആയുധങ്ങൾ വെച്ചാണെങ്കിൽ പോലും എഫിഷ്യൻ്റായിട്ട് ചെയ്തു തീർക്കുന്ന വെൽ ബിൽറ്റ് ബോഡിയുള്ള എന്തിനേറെ പറയണം ഇപ്പോൾ ഇറങ്ങുന്ന ആക്ഷൻ ക്യാരക്ടേഴ്സിനെ പോലും ഒരുപാട് റാംബോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടി എന്താണ് റാംബോയിലുള്ളത്? ഇന്ന് നമുക്ക് ഈ ഒരു സോൾജിയർ ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ അനാലിസിസ് ചെയ്യാം. ക്യാരക്ടറിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവർ കുറവായിരിക്കും. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടോളൂ. നമസ്കാരം, ഞാൻ വൈശാൽ. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ഒരു മരണമാസ് ആക്ഷൻ ക്യാരക്ടർ എന്നതിലുപരി ഈ ക്യാരക്ടറിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് വേദനയിലൂടെയാണ് ഈ ക്യാരക്ടർ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഒരുപാട് ക്യാരക്ടേഴ്സിനെയും ഒരുപാട് വ്യക്തികളുടെയും കാര്യം എടുക്കുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിലെ ഒരു പോയിന്റിലാണ് അവർക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ റാംബോ എന്ന് പറയുന്ന ഈ കഥാപാത്രം തൻ്റെ ജീവിതത്തിലുടനീളം ഈ ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് റാംബോയുടെ ചെറുപ്പകാലം മുതൽ തന്നെ തുടങ്ങാം. ഒരു ഫാമർ ഫാമിലി ആയിരുന്നു. അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോവുകയാണ്. റാംബോയുടെ അച്ഛനാണ് റാംബോയെ വളർത്തിയത്. ഈ ഫാദർ എന്ന് പറയുന്നത് നല്ലപോലെ വെള്ളം അടിച്ചിട്ട് റാംബോ എടുത്തിട്ട് ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ഒരു സിറ്റുവേഷനിൽ റാംബോയെ കത്തി കൊണ്ട് മുറിവേൽപ്പിക്കാനായിട്ട് ഈ ഫാദർ ഒരുങ്ങി. റാംബോ അന്ന് തീർന്നെന്ന് തന്നെയാണ് വിചാരിച്ചത്. അപ്പം ആ ഒരു സമയത്ത് ഒരു ഒരു സെൽഫ് ഡിഫെൻസ് എന്നുള്ള രീതിക്ക് അവിടെ ഇരുന്ന ഒരു അമ്പും വില്ലും എടുത്തുകൊണ്ട് റാംബോ തൻ്റെ അച്ഛന് നേരെ അമ്പ് ചെയ്ത് വിടുകയാണ്. അങ്ങനെ അതിനുശേഷം റാംബോ വീട്ടിൽ നിന്ന് ഓടിപ്പോയി തൻ്റെ പഠനമെല്ലാം പൂർത്തിയാക്കി. സ്കൂൾ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ചെറിയ ജോലികൾ ചെയ്ത് റാംബോ ജീവിച്ചു. അങ്ങനെ ഇരിക്കെ ലൈഫിനൊരു പർപ്പസ് വേണമെന്ന് തോന്നിയിട്ടാകണം ആർമിയിലോട്ട് എൻലിസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആർമിയിലോട്ട് എൻലിസ്റ്റ് ചെയ്തതിന് ശേഷം റാംബോ ആർമിയിലേക്ക് പോകുന്നു. ട്രെയിനിങ് പീരീഡിൽ തന്നെ തൻ്റെ കഴിവ് റാംബോ ഒരുപാട് തെളിയിച്ചു. ആദ്യം ഒരു ബുക്കാണ് കേട്ടോ റാംബോയെക്കുറിച്ച് ഇറങ്ങിയത്, എന്നിട്ടാണ് സിനിമ വന്നത്. ട്രെയിനിങ് പീരീഡിൽ തന്നെ ഒരു സോൾജിയർ എന്നുള്ള നിലയ്ക്ക് തൻ്റെ കഴിവ് റാംബോ ഒരുപാട് തെളിയിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കണം പെട്ടെന്ന് തന്നെ റാംബോയെ വിയറ്റ്നാമിലോട്ട് ഡിപ്ലോയ് ചെയ്യുകയാണ്. അവിടം റാംബോയും റാംബോയുടെ കൂട്ടരും അതിസാഹസികമായി സർവൈവ് ചെയ്ത് തിരിച്ചു വന്നു. അവിടെ വെച്ചാണ് തനിക്ക് ആദ്യത്തെ കോമ്പാറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. എന്നാൽ അതുമാത്രം പോരാ, താൻ ഇനിയും കൂടുതൽ ഒരു സോൾജിയർ എന്നുള്ള രീതിക്ക് ഡെവലപ്പ് ആകണമെന്ന് റാംബോ മനസ്സിലാക്കിയതും അവിടെയായിരുന്നു. ഒരുപക്ഷെ അതിൽ നിന്നുള്ള ആ ഒരു മനക്കരുത്തും കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം കൊണ്ട് തന്നെ ആയിരിക്കണം റാംബോ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സസ്, അതായത് ഗ്രീൻ ബെറേസിലോട്ട് മാറുകയാണ്. അങ്ങനെ ഒരു ഗ്രീൻ ബെറേ കമാൻഡോ ആവുകയാണ് റാംബോ. അതിനുശേഷം റാംബോയെ ഈ ഒരു സ്പെഷ്യൽ ഫോഴ്സസിലുള്ള കേണൽ സാമുവൽ ട്രോട്ട്മാൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയും വിയറ്റ്നാമിലോട്ട് രണ്ടാമതൊരു ഓപ്പറേഷന് വേണ്ടി അയക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ഓപ്പറേഷനിൽ റാംബോയ്ക്ക് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും വിയറ്റ്നാമിലുള്ള സോൾജിയേഴ്സ് നോർത്ത് വിയറ്റ്നാമീസ് സോൾജിയേഴ്സ് റാംബോയും സംഘത്തെയും ട്രാപ്പാക്കുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് റാംബോയും സംഘവും അവിടെ ഫേസ് ചെയ്തതെന്ന് പറയുന്നത് പുറത്തു പറയാൻ പറ്റാത്ത വേദനകളായിരുന്നു. കത്തി കൊണ്ട് റാംബോയുടെ നെഞ്ചിൽ കുത്തി വരിയുന്നു. എന്നിട്ട് ഏതോ ഒരു സ്ഥലത്ത് ഒരു കുഴിയിൽ റാംബോ ഇട്ടിട്ട് ഹ്യൂമൻ വേസ്റ്റ് റാംബോയുടെ മണ്ടയിൽ കൂടെ ആയിരുന്നു. അങ്ങനെ പുറത്തു പറയാൻ പറ്റാത്ത രീതിക്കൊക്കെ റാംബോയെ ടോർച്ചർ ചെയ്യുകയാണ്. ചെറുപ്പകാലം മുതലേ, ആ കുട്ടിക്കാലം മുതലേ റാംബോ ഫേസ് ചെയ്യുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അവിടെയെല്ലാം മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ റാംബോയും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരൊറ്റ ഫെല്ലോ സോൾജിയറും മാത്രം അവിടെ നിന്ന് അതിസാഹസികമായി രക്ഷപ്പെട്ടു. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം അവിടെ അകപ്പെട്ടുപോയി. എന്നാൽ തിരിച്ചു വന്ന റാംബോയ്ക്ക് സോഷ്യൽ ലൈഫുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. മെയിനായിട്ട് ജനങ്ങൾക്ക് സോൾജിയേഴ്സിൻ്റെ അടുത്തുള്ള ആ ഒരു പെരുമാറ്റത്തിൽ കൊടുക്കാത്ത റെസ്പെക്റ്റ്, അവരെ മിസ്ട്രീറ്റ് ചെയ്യുന്നതൊക്കെ റാംബോയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴൊക്കെ റാംബോ വിയറ്റ്നാമിൽ വെച്ച് അനുഭവിച്ച ആ ഒരു വേദനയും തൻ്റെ ഡ്രോമയും എല്ലാം ഓർത്ത് റാംബോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സിവിലിയൻ ലൈഫുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് പകരം അതിന് താല്പര്യമില്ല, തനിക്ക് തിരിച്ച് ആർമിയിൽ വരണം, വീണ്ടും തന്നെ ഓപ്പറേഷൻസിന് അയക്കണമെന്ന് റാംബോ പറയുന്നു. റാംബോ പിന്നീട് ഒരു അത്യാവശ്യം നല്ലൊരു മിലിറ്ററി കരിയർ റാംബോ ലീഡ് ചെയ്യുന്നു. ഒരുപാട് മെഡലുകൾ കിട്ടുന്നു. അതുപോലെ തന്നെ ഒരു കമ്മീഷൻഡ് ഓഫീസർ പൊസിഷനിലോട്ട് വരെ റാംബോയെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. എന്നിട്ടാണ് റാംബോ റിട്ടയർ ആവുന്നത്. ഇതാണ് റാംബോയുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഇതിനുശേഷം റാംബോ തൻ്റെ കൂട്ടുകാരനെ കാണാനായിട്ട് ഒരു സ്ഥലത്തേക്ക് വരുന്നത് തൊട്ടാണ് ഫസ്റ്റ് ബ്ലഡ് എന്ന് പറയുന്ന സിനിമയുടെ കഥ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഥ പറയുന്നില്ല, നിങ്ങൾ കണ്ടാൽ മതി, നല്ല സിനിമയാണ്. ഫസ്റ്റ് ബ്ലഡിൽ റാംബോ കൂട്ടുകാരനെ കാണാൻ വന്നപ്പോഴത്തേക്കും കൂട്ടുകാരൻ മരിച്ചുപോയെന്നറിയുന്നു. ശേഷം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനായി ശ്രമിക്കുന്ന റാംബോയെ ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു വിടാനൊരുങ്ങുന്നതിനെ തുടർന്ന് റാംബോ റിവോൾട്ട് ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ ഒരു സിനിമയിലെ മറ്റ് ഫൈറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പോൾ
ഇതാണ് റാംബോയുടെ ഫ്ലാഷ് ബാക്ക്. ഇനി നമുക്ക് റാംബോയുടെ സ്കില്ലുകളെ കുറിച്ച് പറയാം. അപ്പോൾ ഒരു എല്ലാ വെൽ ട്രെയിൻ സോൾജേഴ്സിനെ പോലെയും റാംബോ ഫയർ ആംസ് യൂസ് ചെയ്യുന്നതിൽ വളരെ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാത്തരം ആയുധങ്ങളും റാംബോയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ജോൺ റാംബോ എന്ന് പറയുന്ന ഈ ഒരു സോൾജിയർ ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് തൻ്റെ ഉരുക്ക് ശരീരമാണ്. അതായത് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള നല്ല കായബലമുള്ള തൻ്റെ ശരീരമാണ്. അതുകൊണ്ട് തന്നെ LMG ലൈറ്റ് മെഷീൻ ഗണ്ണെല്ലാം കയ്യിൽ വെച്ച് തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ഫയർ ചെയ്യാനൊക്കെ റാംബോ എന്ന ക്യാരക്ടറിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാം മിക്കപ്പോഴും റാംബോ ചെറിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കുറച്ചായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ഇനി ചെറിയ ആയുധം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാരൻ്റെ സിഗ്നേച്ചർ ആയുധങ്ങളായിട്ടുള്ള കത്തിയോ ബോ ആൻഡ് ആരോ ആയിരിക്കും. അപ്പോൾ ഇത് റാംബോയുടെ ഒന്ന് ഫയർ ആംസ് എക്സ്പേർട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റാംബോ ഒരു അസോൾട്ടറാണ്, അല്ലേ, ഒരു അസോൾട്ട് സ്റ്റൈല് സോൾജിയറാണ്. എങ്കിൽ ഇങ്ങനൊരു ക്യാരക്ടറിന് ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത മറ്റൊരു ക്വാളിറ്റിയും കൂടെ റാംബോയ്ക്കുണ്ട്. പുള്ളിക്കാരൻ അസോൾട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമോ അതുപോലെ തന്നെ സ്റ്റെൽത്ത് ഫൈറ്റിങ്ങും ഹാൻഡിൽ ചെയ്യും. കാരണം സ്പെഷ്യൽ ഫോഴ്സസിൽ ഉള്ളൊരു കമാൻഡോ ആയിരുന്നു. സ്പെഷ്യൽ ഫോഴ്സസ് കമാൻഡോ ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഉണ്ട്. അതായത് ജംഗിൾ വാർഫെയറിൽ റാംബോ ഭയങ്കര സ്കിൽഡാണ്. കാട്ടിലൊക്കെ റാംബോ അകപ്പെട്ടാൽ ആ കാട്ടിൽ റാംബോയെ ആരെങ്കിലും കൊല്ലാൻ കയറിയാൽ ആ കാട്ടിൽ റാംബോയെ അവർ ട്രാപ്പ് ചെയ്തു എന്നല്ല അതിൻ്റെ അർത്ഥം. ആ കാട്ടിനുള്ളിൽ അവരെല്ലാവരും റാംബോയുടെ കൂടെ ട്രാപ്പായെന്നാണ് അർത്ഥം. ഇതൊരു സിനിമയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടറിൻ്റെ ഡയലോഗാണ്. അത് ഏത് സിനിമയാണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. കാണും, അത്യാവശ്യം ഫേമസാണ്. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും റാംബോയ്ക്ക് ഈ കാട്ടിലെ ആംബിയൻസ് യൂസ് ചെയ്ത് സ്റ്റെൽത്തായിട്ട് സൈലൻ്റായിട്ട് ആളുകളെ കൊല്ലാൻ കഴിയും, ടേക്ക് ഡൗൺ ചെയ്യാൻ കഴിയും. ചില സമയങ്ങളിൽ ചെളി പൂശി ഒരു സ്ഥലത്ത് അനങ്ങാതെ കിടക്കും. ദൂരെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു കല്ല് അവിടെ കിടക്കുന്നതൊക്കെ തോന്നുള്ളൂ. അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും റാംബോ അറ്റാക്ക് ചെയ്യുന്നത്. പിന്നെ ട്രാപ്പുകൾ സെറ്റ് ചെയ്യും റാംബോ. ഫസ്റ്റ് ബ്ലഡ് എന്ന് പറയുന്ന സിനിമയിൽ റാംബോയെ അറ്റാക്ക് ചെയ്യാനായിട്ട് കാട്ടിലോട്ട് കയറുന്ന ആ ഒരു ഓഫീസേഴ്സിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അത്രത്തോളം ഒരൊറ്റ കത്തി വെച്ചിട്ട് ഇയാൾ അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന ട്രാപ്പുകൾ കാണുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും. അത്രത്തോളം തൻ്റെ അറ്റ്മോസ്ഫിയറിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരാളാണ് റാംബോ. ഇവിടെയാണ് നമ്മൾ റാംബോയുടെ പ്രത്യേകമായിട്ടുള്ള സിഗ്നേച്ചർ ആയുധങ്ങളെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നത്. റാംബോയുടെ കയ്യിലൊരു കത്തിയുണ്ട്. ഈ ഒരൊറ്റ കത്തി വെച്ചിട്ടാണ് റാംബോ ആ കാട്ടിൽ സർവൈവ് ചെയ്യുന്നത്. ഇത് സർവൈവൽ നൈഫ് എന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ കത്തിക്കുള്ളിൽ, റാംബോയുടെ ഈ കത്തിക്കുള്ളിൽ മുറിവുണ്ടായാൽ സ്റ്റിച്ച് ചെയ്യാനുള്ള സംഭവമുണ്ട്, ഒരു കോമ്പസ് ഉണ്ട്. ഇതെല്ലാം ഈ കത്തിയിൽ അവൈലബിളാണ്. നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ്. ഈ കത്തി വെച്ചിട്ടാണ് റാംബോ തൻ്റെ എക്സെപ്ഷണൽ ഹണ്ടിങ് സ്കിൽസ് ഉപയോഗിച്ചുകൊണ്ട് കാട്ടിൽ വെച്ച് ഒരു ജന്തുവിനെ വേട്ടയാടുന്നതും. അതുപോലെ തന്നെ ഈ കത്തിയുടെ സഹായത്തോടു കൂടിയാണ് റാംബോ ആ കാട്ടിൽ സർവൈവ് ചെയ്യുന്നതും. അടുത്തത് വന്നിട്ട് ബോ ആൻഡ് ആരോ, അമ്പും വില്ലും. നമ്മുടെ റാംബോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ അമ്പും വില്ലും വെച്ചുള്ള പ്രയോഗമാണ്. ഒരു എക്സെപ്ഷണൽ മാർക്സ്മാനാണ് ഈ ഒരു അമ്പും വില്ലിൻ്റെയും കാര്യം വരുമ്പോഴത്തേക്കും. സൈലൻ്റായിട്ട് മിക്കപ്പോഴും റാംബോ ടേക്ക് ഡൗൺ ചെയ്യുന്നത് ഈ ഒരു അമ്പും വില്ലും വെച്ചിട്ടാണെന്ന് പറയും. ഇതൊക്കെ റാംബോ ആസ് എ സോൾജിയറിൻ്റെ ക്വാളിറ്റീസാണ്. ഇനി ഈ ഒരു ക്യാരക്ടറിനെ അനലൈസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തൻ്റെ ജീവിതത്തിലുടനീളം കൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് റാംബോ. മിക്ക ആളുകളും റാംബോയെ നോക്കുമ്പോഴത്തേക്കും റാംബോയുടെ സ്റ്റൈൽ അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ഗൗരവം, ആരോടും സംസാരിക്കത്തില്ല, ചെറിയ വാക്കുകൾ, എപ്പോഴും മുഖവും ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കുക. ആക്ച്വലി അത് പുള്ളിക്കാരൻ മാസ് കാണിക്കുന്നതല്ല, ആ ക്യാരക്ടറിന് പേടിയാണ്. തൻ്റെ ലൈഫിലുടനീളം താൻ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് പേർ റാംബോയെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. അതിൽ നിന്നായിരിക്കണം ഒരു ഡിഫൻസ് മെക്കാനിസം എന്നുള്ള രീതിക്ക് റാംബോ ഈ ഒരു ക്യാരക്ടറിലായത്. ആവശ്യത്തിന് മാത്രമേ റാംബോ സംസാരിക്കാറുള്ളൂ. കാരണം മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ആളുകളുമായിട്ട് അത്രത്തോളം അടുക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ റൈറ്റ് ആയിട്ടുള്ള ആളുകളല്ലെങ്കിൽ അവർക്ക് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. ഇത് റാംബോ തൻ്റെ ലൈഫിൽ നല്ലതുപോലെ അനുഭവിച്ച് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു നേച്ചർ എടുത്തതും. എപ്പോഴും മിണ്ടാതിരിക്കുന്ന ആളുകളെടുത്ത് ആളുകൾ ചുമ്മാ അങ്ങോട്ട് കയറി ചൊറിയാനൊന്നും പോകത്തില്ല, എന്തോ വലിയ സംഭവമാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവും. രണ്ടാമെന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്റൻസിലെ അവസാനത്തെ കാര്യം, തെറ്റിദ്ധാരണ. ഇയാളൊരു പക്ഷേ നല്ലൊരു വ്യക്തിയായിരിക്കും, സംസാരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ആളുകൾ ഇയാൾ എന്തോ മോശക്കാരനാണെന്നും ചിന്തിക്കും. സോ മിക്ക ആളുകളും ഇപ്പോഴും റാംബോയുടെ ക്യാരക്ടറിൽ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ഒന്നാണ് ഈ ഗൗരവത്തിൽ ഒട്ടും ഒരക്ഷരം പോലും ഉണ്ടായിരിക്കുന്നത്. അത്ര നല്ലൊരു ക്വാളിറ്റിയൊന്നുമല്ല. ആവശ്യത്തിന് നാവെടുത്ത് മൊഴിയണം, എങ്കിലേ ആളുകൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് റാംബോയുടെ ക്യാരക്ടറിലുള്ള ഒരു ഫ്ലോയാണ്. പക്ഷേ ആ ഒരു ഫ്ലോ നമുക്ക് റാംബോയെ കുറ്റം പറയാൻ പറ്റൂ? ഇല്ല. ആ ഒരു കഥാപാത്രത്തിൻ്റെ ഷൂസിൽ നിന്നുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കൂ. അയാളുടെ ലൈഫിലുണ്ടായ അനുഭവങ്ങൾ അയാളെ അങ്ങനെ ആക്കും. പിന്നെ റാംബോയുടെ മറ്റൊരു ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും, ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ, ഇതുവരെ ഉണ്ടായത് എനിക്ക് കാര്യമില്ല, ഞാൻ ഇവിടെ നിൽക്കുന്നു, അതെനിക്ക് വിഷയമല്ല, ഞാൻ ഇവിടെ നിന്ന് സർവൈവ് ചെയ്യും.
ഈ ഒരു മെൻറ്റാലിറ്റി എപ്പോഴും റാംബോയ്ക്കുണ്ട്. ഹൈലി അഡാപ്റ്റബിളാണ്. സിറ്റുവേഷനിൽ ആ ഒരു സമയത്ത് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് എന്ത് ചെയ്യണം എന്നായിരിക്കും റാംബോ മിക്കപ്പോഴും ചിന്തിക്കുന്നത്. ആ ഒരു സംഭവം വളരെ നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ മുതിർന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒന്നാണ്. കൂടുതൽ റാംബോയെ നമ്മൾ സൂക്ഷിച്ചൊന്ന് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഡൈസെക്റ്റ് ചെയ്താൽ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കും. റാംബോ എല്ലായിടത്തും ഇങ്ങനെയല്ല, എല്ലായിടത്തും ഗൗരവത്തിലല്ല റാംബോ നിൽക്കുന്നത്. റാംബോയ്ക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾ, അതായത് റാംബോയുടെ ആർമിയിലുള്ള ആളുകൾ, ഈ ഒരു കേണൽ ട്രോട്ട്മാൻ, അതുപോലെ റാംബോയുടെ ടീമിലുണ്ടായിരുന്ന ആളുകൾ, അവരുടെ അടുത്തെല്ലാം റാംബോ നല്ലതുപോലെ പെരുമാറും. അവരുടെ കുടുംബത്തിലുള്ള ആളുകളുടെ അടുത്തും റാംബോ നല്ലതുപോലെ പെരുമാറും. ഫസ്റ്റ് ബ്ലഡിൽ തൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയെ കാണാനായിട്ട് വന്നപ്പോൾ, കൂട്ടുകാരനെ കാണാൻ വന്നപ്പോൾ അമ്മയാണ് കണ്ടത്. റാംബോ വളരെ ചിരിച്ച് അത്യാവശ്യം നല്ലപോലെ തമാശയൊക്കെ പറയുന്നുണ്ട് ഈ ഒരു അമ്മയടുത്ത്. ഒരുപക്ഷേ റാംബോ ഫ്രാഞ്ചൈസിൽ അതുപോലെ അയാൾ ചിരിച്ച് കണ്ടിട്ടുള്ളത് ആ ഒരു സന്ദർഭത്തിൽ മാത്രമായിരിക്കും. റാംബോയുടെ മറ്റൊരു ക്വാളിറ്റിയാണ് തന്നെ സ്നേഹിക്കുന്ന ആളുകൾ, അവർ നല്ല ജെനുവിനായിട്ടാണ് തന്നെ സ്നേഹിക്കുന്നത്, തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ റാംബോ വളരെ മെമ്മറബിളായിട്ട് കൊണ്ട് നടക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റാംബോ 2 നടിയും അതുപോലെ റാംബോ 3 ആ ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടറും അതുപോലെ തന്നെ ഈ റാംബോ സീരീസിലുടനീളം ഉണ്ടായിരുന്ന സാമുവൽ ട്രോട്ട്മാനുമല്ല. അപ്പോൾ ഇതേ കാരണം തന്നെയാണ് റാംബോയെ ഒരു ഫാൻ ഫേവറേറ്റ് ആക്കുന്നത്. കാരണം ഒരേ സമയം ആൾ സ്ട്രോങ്ങുമാണ്, ഒരേ സമയത്ത് ആൾ സോഫ്റ്റുമാണ്. പക്ഷേ തൻ്റെ സോഫ്റ്റ് നേച്ചർ, തൻ്റെ ഇമോഷൻസ്, തൻ്റെ പാസ്റ്റ് ലൈഫിലുണ്ടായിരുന്ന വിഷമങ്ങൾ, ഇത് റാംബോയെ ഒരു കാരണവശാലും റാംബോയുടെ ലൈഫിനെ ബാധിക്കാൻ റാംബോ അനുവദിച്ചിരുന്നില്ല. അതിനുവേണ്ടി അയാൾ ചെയ്തിരുന്ന എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് താമസിക്കുന്ന സ്ഥലം, ഇയാളുടെ സിറ്റുവേഷൻ അയാളത് മാറ്റിക്കൊണ്ടേയിരുന്നു. അത് റാംബോയുടെ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഒരുപക്ഷെ അന്ന് ഈ സിനിമ ഇറങ്ങിയപ്പോൾ, അന്നെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ആക്ഷൻ ഹീറോസ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് സിൽവസ്റ്റർ സ്റ്റലോൺ, അതുപോലെ അർണോൾഡ് ഷ്വാർസ്നെഗർ, ഇത് വന്നിട്ട് ബ്രൂസ് വില്ലിസ്, പിന്നെ വാൻ ഡെയിം, അങ്ങനെ കുറച്ച് ഡോൾഫ് ലൺഗ്രെൻ, ഇങ്ങനെ ഒരുപാട് ആക്ഷൻ ഹീറോസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. പക്ഷെ പലവരും അർണോൾഡിനെ പൊക്കി പറയുമെങ്കിൽ പോലും ജോൺ റാംബോ ക്രിയേറ്റ് ചെയ്ത ഇമ്പാക്റ്റ് അത് എങ്ങും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇത് ഈ സിനിമ കണ്ടിട്ടുള്ള നമ്മുടെ പാരൻസിൻ്റെ കാലത്തുണ്ടായിരുന്ന ആളുകളുടെ അടുത്ത് ചോദിച്ചാൽ മതി. കാരണം ഈ റാംബോ സിനിമ ഇറങ്ങിയ സമയത്ത് അത് അത്രത്തോളം ഇമ്പാക്റ്റാണ് ഈ ഒരു ഫിലിം ഫീൽഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്തത്. കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ അത് വൺ ഓഫ് എ കൈൻഡ് ആയിരുന്നു. നിങ്ങളിപ്പോൾ ഇറങ്ങുന്ന ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്തു നോക്കുക, അതിൽ റാംബോയുടെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവും. അതത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. പിന്നെ സിൽവസ്റ്റർ സ്റ്റലോൺ തന്നെ ഇതിന് നല്ല കിടിലം സ്ക്രിപ്റ്റൊക്കെ ചില സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 സിനിമകൾ അടിപൊളിയാണ്, 4ാമത്തെ സിനിമ ഓക്കെ തിരക്കേടില്ല. പക്ഷെ ലാസ്റ്റ് സിനിമ എന്തിനാ സിനിമ അങ്ങനെ അവസാനിപ്പിച്ചെന്ന് തോന്നിപ്പോയി. കാരണം അത്രയും ഗംഭീരം ക്യാരക്ടറായിരുന്നു. പക്ഷെ ഇല്ല, അതിലും അത്യാവശ്യം ആക്ഷൻ സീക്വൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ പ്രായത്തിൽ ആ മനുഷ്യൻ ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതം. അപ്പോൾ ഇതാണ് റാംബോയുടെ ക്യാരക്ടർ അനാലിസിസ്. ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജോൺ റാംബോ. ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സിനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നമ്മളതെല്ലാം ചെയ്യും, പക്ഷേ നമുക്ക് ഈ ക്യാരക്ടർ അനാലിസിസ് മാത്രം ചെയ്താൽ പോരാ, നമുക്ക് വേറെയും വിഷയങ്ങളുണ്ട്. അതുപോലെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ബുദ്ധിയുടെ മുന്നിൽ ഒരു സാമ്രാജ്യം വരെ വീണ ഒരു ചരിത്ര കഥയാണ്, അല്ലെങ്കിൽ ഒരു ചരിത്രത്തെക്കുറിച്ചാണ് നെക്സ്റ്റ് വീഡിയോ. അത് നിങ്ങൾ കാണണം. കാരണം ഒട്ടുമിക്ക ആളുകളും ഭയങ്കര ഫാനായിട്ടുള്ള ഒരാളെ കൂടെ കുറിച്ചുള്ളൊരു കഥയാണ്. ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. മനസ്സിലായെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു കാര്യവും കൂടെ പറയണം. എന്തിന് നമ്മൾ ഈ ക്യാരക്ടർ അനാലിസിസ് ചെയ്യുന്നു? കാരണം ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്ന ആളുടെ പേഴ്സ്പെക്റ്റീവ്, അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകളുടെ പേഴ്സ്പെക്റ്റീവ്, ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ അയാളെ സഹായിക്കുന്ന ആളുകളുടെ പേഴ്സ്പെക്റ്റീവ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും ഒരു ക്യാരക്ടറിനെ സിനിമയിലും കഥകളിലുമെല്ലാം ബിൽഡ് ചെയ്തെടുക്കുന്നത്. ആ ഒരു ക്യാരക്ടറിലുള്ളത് ഒരൊറ്റ വ്യക്തിയുടെ ക്വാളിറ്റി ആയിരിക്കത്തില്ല, പല പല ആളുകളുടെ ചിന്തകളും അഭിപ്രായങ്ങളുമായിരിക്കും. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ നമ്മളൊന്ന് ഡൈസെക്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പല ആളുകളുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ഫിലോസഫിക്കൽ തോട്ട്സ്, അവരുടെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റുകൾ, ഇതെല്ലാം നമുക്കിതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ റാംബോയെക്കുറിച്ച് അനാലിസിസ് ചെയ്തു, അതിന് മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതിൽ നിന്നെല്ലാം അങ്ങനൊരു ടേക്ക് അവേ കൂടെ ഉണ്ട്. അപ്പോൾ ബേസിക്കലി അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്നൊക്കെ പറയുന്നത്. ഒരു എന്താ പറയുക, ബ്രീഫ് സ്റ്റഡി എന്നൊക്കെ പറയൂലേ, ക്യാരക്ടർ സ്റ്റഡി എന്നൊക്കെ പറയൂലേ, അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ ബൈ.